കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന കെ. സുധാകരൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഖാർഗെയുമായി സുധാകരൻ പാർലമെന്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ഡി ധനസുമോദ് തന്നെ തുടരുകയാണ് ഡൽഹിയിൽ നിന്നും. സുമോദ്, എന്താവശ്യമാണ് കെ. സുധാകരൻ ഖാർഗെയ്ക്ക് മുൻപാകെ ഉന്നയിച്ചത്? ഋഷ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഉണ്ടാവരുത് എന്നുള്ള ഒരു കർശനമായ ഒരു നിർദ്ദേശമാണ് KPCC നൽകിയിരിക്കുന്നത്. പക്ഷേ നേതാക്കന്മാർ അത് നിരന്തരം ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നേരത്തെ KPCC മുൻ അധ്യക്ഷനായ കെ. സുധാകരൻ ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒറ്റ പേര് അത് കെ.സി. വേണുഗോപാൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേര് അദ്ദേഹം ഇതുവരെ ഉയർത്തിയിട്ടില്ല. മറിച്ച് രമേശ് ചെന്നിത്തലയുടെ പേര് തനിക്ക് താല്പര്യം എന്ന രീതിയിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ അറിയിച്ചെങ്കിൽ പോലും ഒരു പാർട്ടി നേതാവിനോട്, പാർട്ടി ദേശീയ അധ്യക്ഷനോട് ആദ്യമായിട്ടാണ് കണ്ട് കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നത്. ഈ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ആലപ്പുഴ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിനെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. സ്വാഭാവികമായും അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അദ്ദേഹത്തിന് ആലപ്പുഴ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഏതെങ്കിലും നിയമസഭാ സീറ്റിൽ നിന്നും ഇദ്ദേഹത്തിന് കെ.സി. വേണുഗോപാലിനെ വീണ്ടും മത്സരിച്ച് നിയമസഭയിൽ അംഗമാകേണ്ടി വരും. അതിന് ഒരു 6 മാസത്തെ ഇടവേളയുണ്ടാകും. എങ്കിൽ പോലും അതൊന്നും ഒരു ബാധകമല്ല. കാര്യം കേരളത്തിൽ നയിക്കേണ്ടത് കേന്ദ്രത്തിലും ഹൈക്കമാൻഡിലും വളരെ ബന്ധമുള്ള ആളായിരിക്കണം. മാത്രമല്ല കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഒരു പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്, നേതാവ് കൂടിയാണ് കെ.സി. വേണുഗോപാൽ. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റു പല ആളുകളും ഇതുപോലത്തെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് പരിചിത സമ്പന്നനായ കെ.സി. വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യമാണ് കെ. സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സുമോദ, രമേശ് ചെന്നിത്തല എന്ന പേരിൽ നിന്ന് കെ.സി. വേണുഗോപാൽ എന്ന പേരിലേക്ക് കെ. സുധാകരൻ എത്തുമ്പോൾ അവിടെ പ്രകടമായി കാണുന്നത് VD സതീശനോടുള്ള എതിർപ്പ് തന്നെയാണ്. വിനിഷ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്. കാര്യം ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേര് മുഖ്യമന്ത്രിയായി ഉയർത്തി കാട്ടിയിട്ടില്ല. മാത്രമല്ല പല സർവേകളിലും സർവേകൾ നടത്തി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയായിരുന്നു. ചില സർവേകളിൽ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും കൂടുതൽ പോയിന്റ് VD സതീശന് നൽകുന്നവരുണ്ട്. പക്ഷേ കെ. സുധാകരൻ ഒരു ഘട്ടത്തിൽ പോലും VD സതീശന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ആദ്യഘട്ടത്തിൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞെങ്കിൽ പോലും ഒരു പാർട്ടി വേദിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഈ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടിരുന്നില്ല. അതേസമയം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട്, അതും പാർട്ടിയുടെ സമുന്നതനായ അധ്യക്ഷനോട്, മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ. സുധാകരൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ തുടങ്ങിയ പല തർക്കങ്ങളും ഇപ്പോൾ ഇതാ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ആരും പരസ്യമായി പ്രതികരിക്കരുത് എന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അതിന് തൊട്ട് മുൻപ് ഓരോ നേതാക്കളും അവരവരുടെ അഭിപ്രായം പറഞ്ഞ ശേഷമാണ് ഇനി ആരും പ്രതികരിക്കരുത് എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത്. അപ്പോൾ പലതരത്തിലും മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച സമൂഹത്തിൽ ഇങ്ങനെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അതിങ്ങനെ ലൈവാക്കി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാന കാരണക്കാർ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതിന് ഈ തരത്തിലുള്ള മാധ്യമങ്ങളല്ല പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര്, ഭാവി മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു പേര് പറഞ്ഞിരിക്കുന്നത് DCC അധ്യക്ഷൻ കൂടിയായുള്ള എറണാകുളം DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിന് തുടക്കമിട്ട് എന്നാണ് MK രാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ. സുധാകരൻ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നേതാവ് അവർ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇനി ആരും അഭിപ്രായം പറയരുത് എന്ന തരത്തിൽ തന്നെയാണ് പലപ്പോഴും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത്, അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരും ഉണ്ട്. ഉദാഹരണത്തിന് ബെന്നി ബെഹ്റാൻ, അദ്ദേഹം പറയുന്നത് ഈ പെട്ടി തുറക്കാതെ, ഈ ഫലം പുറത്തു വരാതെ ഒരു കാരണവശാലും ഭാവി മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു ചർച്ച നടത്തരുത്. കാര്യം അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കാൻ തന്നെയായിരിക്കും കാരണമാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിനും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി വെയിലത്ത് പോരാടിയ
നിരവധി പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള UDF-ന്റെ പ്രവർത്തകരുണ്ട്. അവരെ കുഞ്ഞനം കൊത്തുന്നത് പോലെയല്ല ഒരു സമീപനമായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു തർക്കം നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തർക്കം പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കെ സുധാകരൻ പറയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് എന്താണ് കുഴപ്പം, അതുകൊണ്ട് ചർച്ച പലർക്കും പലതരത്തിലുള്ള പേരുകളുണ്ടാവും, എല്ലാ പേരുകളും വരട്ടെ, തന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാണ് ഒറ്റ പേരിലേക്ക് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിന്റെ പേര് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. യെസ്, KC വേണുഗോപാലിന് വേണ്ടി കെ സുധാകരൻ രംഗത്ത് ദില്ലിയിലെത്തി പാർലമെന്റിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. KC വേണുഗോപാൽ ആയിരിക്കണം കേരളത്തിൽ ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന് തന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് അറിയിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. ഡി ധനസുബോധാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.